ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈനാപ്പിളും ബ്രെഡും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പുഡിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഒരു കേക്കിൻ്റെ ടേസ്റ്റാണിതിന്. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ്, ബ്രൗൺ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി 1 കപ്പ് പൈനാപ്പിൾ, 3/4 കപ്പ് പഞ്ചസാര, 3 മുട്ട, ഒരു 80 ഗ്രാം അളവിന് ബട്ടർ, ഇനി 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, പട്ട പൊടിയും എടുത്തിട്ടുണ്ട്. വാനില എസൻസും സിന്നമൺ പൗഡറും ടോട്ടലി ഓപ്ഷണലാണ്. ഇനി ഒരു ബൗളിലോട്ട് ബട്ടറും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗറോ ഏത് വേണമെങ്കിലും എടുക്കാം. ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് സമയമായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുതൽ 4 മുട്ട വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് പഞ്ചസാരയും ബട്ടറും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള 1/4 ടീസ്പൂൺ പട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത്, നട്ട്മെഗ് പൗഡർ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് പൈനാപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ പീസാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബ്രെഡും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം കുറച്ച് ബ്രെഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ മധുരം ഇല്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാരയും പൈനാപ്പിളും കൂടി ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇത് നമ്മൾ ഒരുപാട് സമയമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന് ഒരുപാട് തിക്നെസ് കൂടിയതുപോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബേക്കിംഗ് പാനിലേക്ക് ബട്ടർ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബട്ടർ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ബട്ട് നമ്മളിത് ചേർക്കുമ്പോൾ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ കിട്ടും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീനായിട്ട് വരുന്നവരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് അല്ലെങ്കിൽ പൈനാപ്പിൾ ബ്രെഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.